ഇന്ത്യൻ വനിതാ അത്ലറ്റുകളുടെ മാതൃകയാണ് പി.ടി. ഉഷ. അന്താരാഷ്ട്ര കായികവേദികളിൽ ഇന്ത്യക്ക് വേണ്ടി ഒട്ടേറെ വനിതകൾ മെഡലണിഞ്ഞിട്ടുണ്ടെങ്കിലും ഉഷയെപ്പോലെ സ്വാധീനം ചെലുത്തിയവർ അധികമില്ല. ഒളിമ്പിക് മെഡലിന് തൊട്ടടുത്തെത്തി ഉഷ തൻ്റെ ആധികാരികത തെളിയിക്കുകയും ചെയ്തു. ഇന്നും ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ ഒരു ഇന്ത്യൻ വനിതയുടെ ഏറ്റവും മികച്ച പ്രകടനവും ഉഷയുടെ പേരിലാണ്. 1964 ജൂൺ 27 ജനിച്ച പയ്യോളി പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്ന പി.ടി. ഉഷ 1970കളുടെ അവസാനം സ്കൂൾ കായികോത്സവങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിക്കൊണ്ടാണ് അത്ലറ്റിക്സിൽ ലോകശ്രദ്ധ നേടിയത്. 100 മീറ്റർ, 200 മീറ്റർ, ഹഡിൽസ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് തുടങ്ങി എല്ലാ ഇനങ്ങളിലും അന്ന് അവർ മികവുകാട്ടി. 1979 ദേശീയ സ്കൂൾ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായി മാറി. സംസ്ഥാന കോളേജ് മീറ്റിൽ അവർ 14 മെഡലുകൾ വരെ നേടിയിട്ടുണ്ട്. ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണ് പി.ടി. ഉഷ. കായികരംഗത്ത് അവരുടെ നേട്ടങ്ങൾ എല്ലാവർക്കും അറിയാം. പുതുതലമുറയിലെ അത്ലറ്റുകളെ വളർത്തിയെടുക്കാൻ അവർ നടത്തുന്ന കഠിനാധ്വാനവും അതുപോലെ തന്നെ പ്രധാനമാണ്. 1982 ഡൽഹി ഏഷ്യാഡിൽ 100, 200 മീറ്ററുകളിൽ അവർ വെള്ളി നേടി. 1983 കുവൈത്തിൽ നടന്ന ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ റെക്കോർഡോടെ 400 മീറ്ററിൽ സ്വർണവും നേടി. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ ഉഷയുടെ മെഡൽ നഷ്ടം ഇന്ത്യൻ കായികരംഗത്തിൻ്റെ ആകെ നഷ്ടമായി മാറി. 400 മീറ്റർ ഹർഡിൽസിലെ ഹീറ്റ്സിൽ 56.81 സെക്കൻഡിലും സെമിയിൽ 55.54 സെക്കൻഡിലും ഓടിയെത്തി അവർ ഫൈനലിന് യോഗ്യത നേടി. ഫൈനലിൽ 55.42 സെക്കൻഡിൽ ഓടിയെത്തിയ ഉഷയ്ക്ക് സെക്കൻഡിൽ 100 വെങ്കല മെഡൽ നഷ്ടമായി. ഫോട്ടോ ഫിനിഷിൽ 4ാം സ്ഥാനക്കാരിയായാണ് അന്ന് ഉഷ ഫിനിഷ് ചെയ്തത്. അത് ദേശീയ റെക്കോർഡായിരുന്നു. 38 വർഷത്തിന് ശേഷവും ആ ദേശീയ റെക്കോർഡ് ഉഷയുടെ പേരിലുണ്ട്. 1985 ജക്കാർത്ത ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണമടക്കം 6 മെഡലുമായി ഉഷ വിസ്മയം തീർത്തു. ചാമ്പ്യൻഷിപ്പിൽ അതുവരെ ഒരു താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണമടക്കം 5 മെഡൽ അവർ നേടി. 1976 മുതൽ 2000 വരെ നീണ്ടു നിൽക്കുന്ന കരിയറിൽ 103 അന്താരാഷ്ട്ര മെഡലുകളും 1000-ലേറെ ദേശീയ മെഡലുകളും അവർ നേടി. 1984 അർജുനയും 1985 പത്മശ്രീ എന്നീ ബഹുമതികൾ അവർ നേടി. മത്സരരംഗത്തു നിന്ന് വിരമിച്ച ശേഷം കോഴിക്കോട് കിനാലൂരിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന് തുടക്കം കുറിച്ചു. വി. ശ്രീനിവാസനാണ് ഉഷയുടെ ഭർത്താവ്. മകൻ വി. ഉജ്വൽ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.